ഹായ് ഗേഴ്സ്, നമുക്ക് ഡിസംബർ മാസത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നടന്നതെന്ന് നോക്കാം. ഡിസംബർ 1, സയ്യിദ് മോദി സൂപ്പർ 300 ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റിൽ ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യത്തിന് വനിതാ ഡബിൾസ് കിരീടം കിട്ടി. സയ്യിദ് മോദി സൂപ്പർ 300 ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റിൽ ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യത്തിന് വനിതാ ഡബിൾസ് കിരീടം കിട്ടി. ഡിസംബർ 2 യുദ്ധവിമാന സുരക്ഷ ഉറപ്പാക്കാനുള്ള ഹൈസ്പീഡ് റോക്കറ്റ് ടെസ്റ്റ് ചണ്ഡീഗഡിലെ പരീക്ഷണ കേന്ദ്രത്തിൽ ഇന്ത്യ വിജയകരമായി നടത്തി. അപ്പോൾ ഡിസംബർ 2 യുദ്ധവിമാന സുരക്ഷ ഉറപ്പാക്കാനുള്ള ഹൈസ്പീഡ് റോക്കറ്റ് ടെസ്റ്റ് ചണ്ഡീഗഡിലെ പരീക്ഷണ കേന്ദ്രത്തിൽ ഇന്ത്യ വിജയകരമായി നടത്തി. ഹൈസ്പീഡ് റോക്കറ്റ് ടെസ്റ്റ്. ഡിസംബർ 3 LICയുടെ MD ആയി രാമകൃഷ്ണൻ ചന്ദർ ചുമതലയേറ്റു. LICയുടെ MD ആയിട്ട് രാമകൃഷ്ണൻ ചന്ദർ ചുമതലയേറ്റു. ഡിസംബർ 3 തന്നെ സെൻട്രൽ വിസ്തയിലുള്ള പ്രധാനമന്ത്രിയുടെ ഓഫീസിന് സേവാ തീർത്ത് എന്ന പുതിയ പേര് നൽകി. സെൻട്രൽ വിസ്തയിലുള്ള പ്രധാനമന്ത്രിയുടെ ഓഫീസിന് സേവാ തീർത്ത് എന്ന പുതിയ പേര് നൽകി. ഡിസംബർ 4 മനു എസ് പിള്ള, മനോജ് കുറൂർ, ജെ ദേവിക, തോമസ് മാത്യു, രുചിർ ജോഷി, സുധാ മൂർത്തി, ശാന്ത ഗോഖലെ എന്നിവർക്ക് ക്രോസ് വേർഡ് ബുക്ക് പുരസ്കാരം കിട്ടി. ക്രോസ് വേർഡ് ബുക്ക് പുരസ്കാരം ആർക്കൊക്കെയാണ്? മനു എസ് പിള്ള, മനോജ് കുറൂർ, ജെ ദേവിക, തോമസ് മാത്യു, രുചിർ ജോഷി, സുധാ മൂർത്തി, ശാന്ത ഗോഖലെ എന്നിവർക്ക് ക്രോസ് വേർഡ് ബുക്ക് പുരസ്കാരം കിട്ടി. പ്രപഞ്ചത്തിലെ ആദ്യകാല താരപഥങ്ങളിൽ ഒന്നിനെ പുനെ ആസ്ട്രോഫിസിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷകരായ റാഷി ജെയിൻ, യോഗേഷ് വഡേക്കർ എന്നിവർ കണ്ടെത്തി. അളകനന്ദ എന്ന് ഈ താരപഥത്തിന് പേര് നൽകുകയും ചെയ്തു. ആരൊക്കെയാണ്? പ്രപഞ്ചത്തിലെ ആദ്യകാല താരപഥങ്ങളിൽ ഒന്നിനെ പൂനെ ആസ്ട്രോഫിസിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകരായ റാഷി ജെയിൻ, യോഗേഷ് വഡേക്കർ എന്നിവർ കണ്ടെത്തുകയും അളകനന്ദ എന്ന് ഈ താരപഥത്തിന് പേര് നൽകുകയും ചെയ്തു. ഡിസംബർ 5 മധ്യപ്രദേശ് സ്വദേശിയായ സർവജ്യ സിംഗ് കുഷ്വാഹ ഫിഡെ റേറ്റിംഗ് ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് താരമായ 3 വർഷമാണ് കേട്ടോ. അപ്പോൾ മധ്യപ്രദേശ് സ്വദേശിയായ സർവജ്യ സിംഗ് കുഷ്വാഹ ഫിഡെ റേറ്റിംഗ് ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് താരമാണ്. 3 വർഷവും 7 മാസവും 20 ദിവസവുമാണ് പ്രായം. അപ്പോൾ 3 വർഷവും 7 മാസവും 3 വയസ്സും 7 മാസവും 20 ദിവസമാണ് ഈ കുട്ടിയുടെ പ്രായം. മധ്യപ്രദേശ് സ്വദേശിയായ സർവജ്യ സിംഗ് കുഷ്വാഹ ഫിഡെ റേറ്റിംഗ് ലഭിക്കുന്നത് ആ കുട്ടിക്കാണ്. ഡിസംബർ 7 സ്വതന്ത്ര ഇന്ത്യയിലെ 10 തവണ മുഖ്യമന്ത്രിയായ ഏകയാൾ എന്ന വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ 10 തവണ സ്വതന്ത്ര ഇന്ത്യയിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം 10 തവണ മുഖ്യമന്ത്രിയായ ഏകയാളാണ്. എവിടെയാണ്? ബീഹാറിലെ മുഖ്യമന്ത്രിയാണ് നിതീഷ് കുമാർ. വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ഡിസംബർ 8 ഫോർമുല 1 ഗ്രാൻഡ് പിയിൽ മാക്ലാരൻ ഡ്രൈവർ ലാൻഡോ നോറിസ് ചാമ്പ്യനായി. ഫോർമുല 1 ഗ്രാൻഡ് പിയിൽ മാക്ലാരൻ ഡ്രൈവർ ലാൻഡോ നോറിസ് ആണ് ചാമ്പ്യനായത് ഫോർമുല 1-ന്. ഇനി MLS കപ്പ് ഫുട്ബോൾ കിരീടം ലയൺ മെസ്സി നായകനായ ഇന്റർ മയാമി FCക്ക് കിട്ടി. അപ്പോൾ MLS കപ്പ് ഫുട്ബോൾ കിരീടം ലയൺ മെസ്സി നായകനായ ഇന്റർ മയാമി FCക്കാണ് കിട്ടിയത്. 30ാം കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലെ IFFK ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് പ്രമുഖ ആഫ്രിക്കൻ സംവിധായകനും തിരക്കഥാകൃത്തുമായ അബ്ദുൽ റഹ്മാൻ നിസാക്കിയോയ്ക്കായിരുന്നു. 30ാം കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലെ IFFK ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് പ്രമുഖ ആഫ്രിക്കൻ സംവിധായകനും തിരക്കഥാകൃത്തുമായ അബ്ദുൽ റഹ്മാൻ നിസാക്കോയ്ക്കാണ്. അബ്ദുൾ റഹ്മാൻ നിസാക്കോയ്ക്ക്.
ഡിസംബർ 10 യുനെസ്കോയുടെ അമൂല്യ സാംസ്കാരിക പൈതൃകങ്ങളുടെ പട്ടികയിൽ ദീപാവലി ഇടം നേടി. അപ്പം ഡിസംബർ 10 യുനെസ്കോയുടെ അമൂല്യ സാംസ്കാരിക പൈതൃകങ്ങളുടെ പട്ടികയിൽ ദീപാവലി എന്ന് പറയുന്ന ആഘോഷം ഇടം നേടി. 11 ഡിസംബർ 11 ജൂനിയർ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യക്ക് വെങ്കലം, ജർമ്മനിയും സ്വർണവും സ്പെയിനിന് വെള്ളിയും നേടി. അപ്പം ജൂനിയർ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യക്കാണ് വെങ്കലം കിട്ടിയത്, ജർമ്മനിക്ക് സ്വർണം കിട്ടി, സ്പെയിനിന് വെള്ളി കിട്ടി. ഡിസംബർ 12 ടൈം വാരികയുടെ പേഴ്സൺ ഓഫ് ദി ഇയർ ആയി നിർബന്ധിത ബുദ്ധി AI സാങ്കേതിക വിദ്യയുടെ ശില്പികളെ തിരഞ്ഞെടുത്തു. ഡിസംബർ 13 രാജ്കുമാർ ഗോയൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർ, PR രമേശ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ. ഈ പദവിയിലെത്തുന്ന ആദ്യ മലയാളിയുമാണ് അദ്ദേഹം, രമേശ്. രാജ്കുമാർ ഗോയൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർ മുഖ്യ കമ്മീഷണറായിട്ട് രാജ്കുമാർ ഗോയലും, അതുപോലെ തന്നെ PR രമേശ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ. ഈ പദവിയിലെത്തുന്ന ആദ്യ മലയാളിയാണ് PR രമേശ്. ഇനി ഡിസംബർ 14 പ്രിപ്രസി ഇന്ത്യ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ചലച്ചിത്രകാരൻ TV ചന്ദ്രന് കിട്ടി. അപ്പോൾ പ്രിപ്രസി ഇന്ത്യ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ചലച്ചിത്രകാരൻ TV ചന്ദ്രനാണ് കിട്ടിയത്. ഡിസംബർ 15 സ്ക്വാഷ് ലോകകപ്പിൽ ഇന്ത്യക്ക് വിജയം. ഫൈനലിൽ ഹോങ്കോങ്ങിനെ പരാജയപ്പെടുത്തിയാണ് ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യ കിരീടം നേടിയത്. ഇപ്പോൾ ഡിസംബർ 15 സ്ക്വാഷ് ലോകകപ്പിൽ ഇന്ത്യക്ക് വിജയം. അത് എന്തിനാണ്? ഫൈനൽ ഹോങ്കോങ്ങിനെ പരാജയപ്പെടുത്തിയതിന് ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യ കിരീടവും നേടുന്നത്. ഡിസംബർ 16 ചിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഹൊസെ അന്റോണിയോ കാസ്റ്റിന് വിജയം. ചിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഹൊസെ അന്റോണിയോ കാസ്റ്റിനാണ് വിജയം. ഇപ്പോൾ ചിലയുടെ പ്രസിഡന്റ് ഹൊസെ അന്റോണിയോ കാസ്റ്റ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI മാനേജിംഗ് ഡയറക്ടറായി രവി രഞ്ജൻ നിയമിതനായി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടറാണ് രവി രഞ്ജൻ നിയമിതനായത് ഡിസംബർ 16. ഡിസംബർ 17 2025 മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം PSG ഉസ്മാൻ ഡെംബലയ്ക്കും ബാർസിലോണയുടെ ഐറ്റാന ബോർമെറ്റിക്കും കിട്ടി. അതുപോലെ തന്നെ വനിതാ താരം മാഞ്ചസ്റ്റർ സിറ്റിയുടെ ജിയാൻ ലുജി ഡൊന്നാരുമയും ചെൽസിയുടെ ഹന്ന ഹാംഡനുമാണ് മികച്ച ഗോൾ കീപ്പർമാർ. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എത്യോപ്യയുടെ പരമോന്നത ബഹുമതിയായ ഗ്രേറ്റ് ഓണർ നിഷാഡ് ഓഫ് ഇത്യോപ്യ സമ്മാനിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എത്യോപ്യയുടെ പരമോന്നത ബഹുമതിയായ ഗ്രേറ്റ് ഓണർ നിഷാഡ് ഓഫ് ഇത്യോപ്യ സമ്മാനിച്ചു. ഡിസംബർ 18 ദേശീയ ജൂനിയർ സ്കൂൾ മീറ്റിൽ കേരളത്തിന് കിരീടം. നേരത്തെ തന്നെ സീനിയർ, സബ് ജൂനിയർ വിഭാഗങ്ങളിൽ കേരളമാണ് ചാമ്പ്യന്മാരായത്. ഇപ്പോൾ തന്നെ ദേശീയ ജൂനിയർ സ്കൂൾ മീറ്റിൽ കേരളത്തിനാണ് കിരീടം കിട്ടിയത്. ഡിസംബർ 20 സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ കണ്ണൂർ വോറിയേഴ്സ് FC ചാമ്പ്യന്മാരായി. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ആരാണ്? കണ്ണൂർ വോറിയേഴ്സ് FC ചാമ്പ്യന്മാരായി. അടുത്തത് 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ IFK മികച്ച സിനിമയ്ക്കുള്ള സുവർണ ചകോരം പുരസ്കാരം ടു സീസൺസ് ടു സ്ട്രേഞ്ചേഴ്സ് എന്ന ജാപ്പനീസ് ചിത്രത്തിന് രാജ്യാന്തര മത്സര വിഭാഗത്തിൽ സഞ്ജു സുരേന്ദ്രൻ സംവിധാനം ചെയ്ത മലയാള ചിത്രം ഡിഡ്കി ഗാവ് പെപ്പസി അവാർഡ് നേടി. മികച്ച സംവിധായകനുള്ള രജത ചകോരം അർജന്റീനിയൻ സംവിധായകൻ കരീൻ പിയാസ, ലുസിയ ബ്രസീലിയസ് എന്നിവർ സ്വന്തമാക്കി. അപ്പോൾ 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ IFK മികച്ച സിനിമയ്ക്കുള്ള സുവർണ ചകോരം പുരസ്കാരം ടു സീസൺ ടു സ്ട്രേഞ്ചേഴ്സ് എന്ന ജാപ്പനീസ് ചിത്രത്തിന് കിട്ടി. രാജ്യാന്തര മത്സര വിഭാഗത്തിൽ സഞ്ജു സുരേന്ദ്രൻ സംവിധാനം ചെയ്ത മലയാള ചിത്രമായ ഡിഡ്കി ഗാവ് പെപ്പസി അവാർഡ് നേടി. മികച്ച സംവിധായകനുള്ള രജത ചകോരം അർജന്റീനിയൻ സംവിധായകൻ കരീൻ പിയാസ കിട്ടി. ലുസിയ ബ്രസീലിസ് എന്നിവർ സ്വന്തമാക്കുകയുണ്ടായി. ഗഗൻയാൻ യാത്രികരെ തിരികെ ഭൂമിയിൽ ഇറങ്ങാൻ സഹായിക്കുന്ന ഡ്രോപ്പ് പാരച്യൂട്ട് പരീക്ഷണം വിജയം. ചണ്ഡീഗഡിൽ ടെർമിനൽ ബാലിസ്റ്റിക് റിസർച്ച് ലബോറട്ടറിയുടെ ട്രെയിൻ ട്രാക്ക് റോക്കറ്റ് സ്ലൈഡ് സംവിധാനത്തിലായിരുന്നു പരീക്ഷണം. അപ്പം ഡിസംബർ 21 ഗഗൻയാൻ യാത്രികരെ തിരികെ ഭൂമിയിൽ ഇറങ്ങാൻ സഹായിക്കുന്ന ഡ്രോപ്പ് പാരച്യൂട്ട് പരീക്ഷണം വിജയം. ചണ്ഡീഗഡിൽ ടെർമിനൽ ബാലിസ്റ്റിക് റിസർച്ച് ലബോറട്ടറിയുടെ ട്രെയിൻ ട്രാക്ക് റോക്കറ്റ് സ്ലൈഡ് സംവിധാനത്തിലായിരുന്നു പരീക്ഷണം. ഡിസംബർ 22 അണ്ടർ 19 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയ പാകിസ്ഥാനാണ് വിജയം. അപ്പം ഡിസംബർ 22 അണ്ടർ 19 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയത് പാകിസ്ഥാനാണ് വിജയം കിട്ടിയത്. ഡിസംബർ 24 ക്യാൻസർ കോശങ്ങളിലേക്ക് നേരിട്ട് മരുന്ന് കുത്തിവയ്ക്കാൻ കഴിയുന്ന നാനോ സൂചികൾ IIT മദ്രാസിൽ ഗവേഷകർ വികസിപ്പിച്ചു.
അപ്പോൾ 24 എന്താണ് സംഭവിച്ചത്? ക്യാൻസർ രോഗകോശങ്ങളിലേക്ക് നേരിട്ട് മരുന്ന് കുത്തിവയ്ക്കാൻ കഴിയുന്ന നാനോ സൂചികൾ IIT മദ്രാസിലെ ഗവേഷകർ വികസിപ്പിച്ചു. രാജ്യാന്തര 2020 ക്രിക്കറ്റ് മത്സരത്തിന് ഒരു ഓവർ 5 വിക്കറ്റ് എന്ന അപൂർവ റെക്കോർഡ് ഇന്തോനേഷ്യൻ താരം ഡ്രിഗി പിയാന്തനയ്ക്കാണ്. രാജ്യാന്തര 2020 ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ഓവറിൽ 5 വിക്കറ്റ് എന്ന അപൂർവ റെക്കോർഡ് ഇന്തോനേഷ്യൻ താരം ഡ്രിഗി പിയാന്തനയ്ക്കാണ്. ഡിസംബർ 25 ഇതുവരെ നിർമ്മിച്ചതിൽ ഏറ്റവും വലിപ്പമുള്ള വാർത്താവിനിമയ ഉപഗ്രഹം അമേരിക്കയുടെ ബ്ലൂ ബ്ലോക്ക് 2 ISRO വിജയകരമായി വിക്ഷേപിച്ചു. ഇതുവരെ നിർമ്മിച്ചതിൽ ഏറ്റവും വലിപ്പമുള്ള വാർത്താവിനിമയ ഉപഗ്രഹം അമേരിക്കയുടെ ബ്ലോക്ക് 2 ISRO വിജയകരമായി വിക്ഷേപിച്ചു. ഡിസംബർ 27 ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്റർനാഷണൽ മാസ്റ്ററായ മലയാളി ഗൗതം കൃഷ്ണ ഒന്നാം സ്ഥാനത്ത്. നോർവേയുടെ മാഗ്നസ് കാൾസൺ, ഇന്ത്യക്കാരൻ അർജുൻ എരിഗെയ്സി, റഷ്യൻ താരം ലെജിസ്ലോവ് ആർച്ച്നിഫ് എന്നിവർക്കൊപ്പമാണ് ഗൗതം കൃഷ്ണ ഒന്നാം സ്ഥാനം പങ്കിട്ടത്. ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്റർനാഷണൽ മാസ്റ്ററായ മലയാളി ഗൗതം കൃഷ്ണ ഒന്നാം സ്ഥാനം കിട്ടി. കൂടെ നോർവേയുടെ മാഗ്നസ് കാൾസണും ഇന്ത്യക്കാരനായ അർജുൻ എരിഗെയ്സിയും റഷ്യൻ താരം ലെജിസ്ലോവ് ആർച്ച്നിഫും എന്നിവരും ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഡിസംബർ 28 സൊമാലിയയുടെ ഭാഗമായ സ്വയം പ്രഖ്യാപിത റിപ്പബ്ലിക് സൊമാലിയനിസിസ് ഇസ്രായേൽ അംഗീകാരം. 1991 റിപ്പബ്ലിക് ആയി സ്വയം പ്രഖ്യാപിച്ച സൊമാലിലാൻഡ് ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ നയതന്ത്ര അംഗീകാരം ലഭിക്കുന്നത് ആദ്യമായാണ്. ഇപ്പോൾ സൊമാലിയയുടെ ഭാഗമായ സ്വയം പ്രഖ്യാപിത റിപ്പബ്ലിക് സൊമാലിലാൻഡിന് ഇസ്രായേൽ അംഗീകാരമാണ്. 1991 റിപ്പബ്ലിക്കായി സ്വയം പ്രഖ്യാപിച്ചതാണ് സൊമാലിലാൻഡ്. ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ നയതന്ത്ര അംഗീകാരം ലഭിക്കുന്ന ആദ്യമായാണ് ഇത്. ഡിസംബർ 29 ലോക റാപ്പിഡ് ചെസ് ഓപ്പൺ വിഭാഗത്തിൽ ഒന്നാം നമ്പർ താരം നോർവേയുടെ മാഗ്നസ് കാൾസന് കിരീടം. ഡിസംബർ 29 ലോക റാപ്പിഡ് ചെസ് ഓപ്പൺ വിഭാഗത്തിൽ ലോക ഒന്നാം നമ്പർ താരം നോർവേയുടെ മാഗ്നസ് കാൾസന് കിരീടം. ഡിസംബർ 31 ലോക ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ മാഗ്നസ് കാൾസന് കിരീടം. 29 ലോക റാപ്പിഡ് ചെസ് ഓപ്പൺ വിഭാഗത്തിൽ ലോക ഒന്നാം നമ്പർ താരം നോർവേയുടെ മാഗ്നസ് കാൾസന് കിരീടം. ലോക ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ മാഗ്നസ് കാൾസന് കിരീടം. താങ്ക് യു.